ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഫേസ്ബുക്ക് മോണിറ്റൈസേഷനെ കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഇന്നിപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഞാൻ പറഞ്ഞ പോലെ ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ. എല്ലാവർക്കും ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് തീർച്ചയായും ഉണ്ടാവും. ആ ഉള്ള അക്കൗണ്ട്, നിലവിൽ നമുക്കുള്ള ഫേസ്ബുക്ക് അക്കൗണ്ട് നമ്മൾ മോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് നമ്മളത് പ്രൊഫഷണൽ ഡാഷ് മോഡിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. കോമൺലി ഇന്നിപ്പം എല്ലാവരും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അതിൻ്റെ സ്ക്രീൻ വീഡിയോ കണ്ട് മനസ്സിലാക്കിയിരിക്കുന്നതാണ്. എങ്കിലും ഞാൻ അതിൻ്റെ സ്ക്രീൻ വീഡിയോ നിങ്ങൾക്ക് കാണിക്കുന്നില്ല. നമ്മുടെ പ്രൊഫഷണൽ അക്കൗണ്ട് നമ്മൾ നോർമലി എന്തിലേക്ക് മാറ്റുക? പ്രൊഫഷണൽ ഡാഷ് ബോർഡിലേക്ക് മാറ്റുക. അതിനുശേഷമാണ് നമുക്ക് ഫോളോവേഴ്സും അതുപോലെ നമ്മൾ ദിവസവും ഇടുന്ന വീഡിയോസ്, അതുപോലെ ഫോട്ടോസ്, അതിനെല്ലാം നമ്മൾക്ക് എന്ത് കിട്ടുക? കൂടുതൽ റീച്ചിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് മോണിറ്റൈസേഷൻ ആവുകയും നമുക്കതിൽ നിന്ന് ക്യാഷ് ഏൺ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം നമ്മളൊരു അക്കൗണ്ട് പ്രൊഫഷണൽ ഡാഷ് മോഡിലേക്ക് മാറ്റുമ്പോൾ ഏറ്റവും ഫസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അല്ലാതെ നമ്മൾ ഒരു പ്രൊഫഷണൽ ഡാഷ് മോഡിലേക്ക് മാറ്റി പിറ്റേ ദിവസം മുതൽ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ സാധിക്കുകയൊന്നുമില്ല. നമ്മൾ ചെയ്യേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം കണ്ടൻറ്റ് മാത്രം നമ്മൾ അപ്ലോഡ് ചെയ്യുക. നമ്മുടെ സ്വന്തം കണ്ടൻറ്റ്, നമ്മുടെ സ്വന്തം ഫോട്ടോസ് ആയിക്കോട്ടെ, നമ്മുടെ സ്വന്തം വീഡിയോസ് ആയിക്കോട്ടെ, നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ കാണുന്ന കാഴ്ചകളായിക്കോട്ടെ, അതെല്ലാം നമ്മുടെ സ്വന്തമാണ്. നമ്മൾ നമ്മുടെ ക്യാമറയിൽ എടുക്കുന്ന നമ്മുടെ സ്വന്തം വീഡിയോസിനെയാണ് നമ്മുടെ സ്വന്തമെന്ന് നമ്മൾ പറയുന്നത്. അതല്ലാതെ നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്നോ എവിടുന്ന് ഗൂഗിളിൽ നിന്നോ മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് അത് ഡൗൺലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് നമ്മുടേതാക്കി മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഫേസ്ബുക്കിൽ നിന്ന് 5 പൈസ കിട്ടില്ല. ഉള്ള കാര്യം തീർത്തും പറയാം. നമ്മൾ ഒരു ഫേസ്ബുക്ക് മോണിറ്റൈസേഷനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ടത് നമ്മളുടേതായ കണ്ടൻറ്റുകൾ മാത്രം അപ്ലോഡ് ചെയ്യുക. പിന്നെ അപ്ലോഡ് ചെയ്ത കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മൾ പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളും പുതിയ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ മാത്രമാണ് ഫേസ്ബുക്ക് നമ്മളെ അംഗീകരിക്കുക. അങ്ങനെ തന്നെയാണ് ഏറ്റവും കോമൺലി പറയേണ്ടത്. നമ്മളെ അംഗീകരിച്ച് കഴിയുമ്പോഴാണ് ഫേസ്ബുക്കിൽ നമുക്ക് എന്ത് ചെയ്യുക? നമുക്ക് പ്രോപ്പർലി നമ്മളെ ഫേസ്ബുക്ക് അംഗീകരിച്ച് നമുക്കൊരു ഇൻകം തരിക. അതാണ് നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതുപോലെ നമുക്ക് സ്റ്റോറീസിൽ നിന്നും വീഡിയോസിൽ നിന്നും അതുപോലെ ഫോട്ടോസിൽ നിന്നും നമ്മളിരുന്ന റീൽസിൽ നിന്നും പിന്നെ നമ്മളൊരു ഇത്ര ലെങ്ത്തുള്ള വീഡിയോസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഫേസ്ബുക്ക് നമ്മളെ അംഗീകരിക്കുകയാണ് ചെയ്യേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോഡാണ് കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്ന ടൂള്. ഇന്ന് ഇപ്പോൾ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡാഷ് മോഡിലേക്ക് മാറ്റിയാൽ എല്ലാവർക്കും അത് മനസ്സിലാവും. കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ എന്നത് എനേബിൾ ആയിട്ട് വന്നു കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് ക്യാഷ് ഏൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് എന്ത് കിട്ടില്ല? അതിൽ നിന്ന് എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് ക്യാഷ് കിട്ടാൻ സാധിക്കുകയില്ല. അതിനുവേണ്ടി നമ്മൾ ദിവസവും ഹാർഡ് വർക്ക് ചെയ്യണം. എല്ലാ ദിവസവും നമ്മൾ വീഡിയോസ് ഇടണം, എല്ലാ ദിവസവും നമ്മൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യണം, എല്ലാ ദിവസവും സ്റ്റോറീസ് ഇടണം. ഒരു കൺസിസ്റ്റൻസി നമ്മൾ എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണം. അല്ലാതെ ഇന്നിട്ടതിന് ശേഷം അടുത്ത ആഴ്ച ഇടാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല? നമ്മൾ ഒരിക്കലും ഫേസ്ബുക്ക് അംഗീകരിക്കില്ല. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് എല്ലാ ദിവസവും നമ്മൾ ആ കാര്യങ്ങൾ കൃത്യം പ്രോപ്പർലി നമ്മൾ ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ഇൻകം നമുക്ക് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്കൊരു 10 രൂപ വരുമാനം കിട്ടുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുക. എന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രോപ്പർലി നമ്മുടെ അക്കൗണ്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മളൊരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയ ഫോളോവേഴ്സിനെ കണ്ടെത്തണം. അതിന് പകരം നമുക്കുള്ള ഒരു പ്രൊഫൈലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അത് പ്രൊഫഷണൽ ഡാഷ് മോഡിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് അത്രയധികം ഫോളോവേഴ്സ് ഓൾറെഡി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതുപോലെ യൂട്യൂബും മറ്റ് സോഷ്യൽ മീഡിയസിൽ പറയുന്നത് പോലെ ഫേസ്ബുക്കിന് ഇത്ര ഫോളോവേഴ്സ് വേണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. അതാണ് ഫസ്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ചിലപ്പോൾ ഒരു 50,000 ഫോളോവേഴ്സും ഒരു 50,000 അല്ല, ഒരു 5 ലക്ഷം 5 മില്യൺ വ്യൂവേഴ്സൊക്കെയുള്ള പല അക്കൗണ്ടുകൾക്കും എന്തുണ്ടാവണമെന്നില്ല? മോണിറ്റൈസേഷൻ ടാബ് എനേബിൾ ആയിക്കൊള്ളണമെന്നില്ല. എന്നാൽ വെറും 1000 വ്യൂവേഴ്സും 1000 ഫോളോവേഴ്സും ഒരു 50,000 60,000 അതുപോലെയൊക്കെ വാച്ചവേഴ്സും വ്യൂവേഴ്സും ഒക്കെ ഉള്ളവർക്ക് എന്തുണ്ടാവും? ചിലപ്പോൾ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടാവും. അവർ ഫേസ്ബുക്കിൽ എങ്ങനെയാണോ
കൂടുതൽ എൻഗേജ്ഡ് ആവുക. അതായത് നമുക്ക് വരുന്ന കാര്യങ്ങൾക്ക് നമുക്ക് റിപ്ലൈ കൊടുക്കണം. അതുപോലെ പുതിയ പുതിയ കാര്യങ്ങൾക്ക് അറിവുകൾ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പോയിട്ട് കമൻറ്റ് ചെയ്യാം. മറ്റുള്ളവർ ഇടുന്നതിനകത്തും നമ്മൾക്ക് ആരെങ്കിലും ഇടുമ്പോൾ നമ്മൾ അതിന് റിപ്ലൈ ചെയ്യുക. അതുപോലെ നമ്മൾ നല്ല സ്റ്റോറീസ് ഇടുക, നമ്മുടേതായ നല്ല ഫോട്ടോസ് ഇടുക. ഫോട്ടോസാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാവാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്കിൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക എന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നല്ല നല്ല ഫോട്ടോസിനാണ് ഫേസ്ബുക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ചെയ്യുന്നത്. നല്ല നല്ല ഫോട്ടോസിന് അത് ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ്. നല്ല നല്ല ഫോട്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് എഡിറ്റ് ചെയ്ത് അടിപൊളി ഫോട്ടോസൊന്നുമല്ല വേണ്ടത്. നമ്മുടെ സ്വന്തം ക്യാമറയിൽ നമ്മളെടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയ്ക്കായിരിക്കും എന്നും ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉണ്ടാവുക. അത് ആദ്യം മനസ്സിലാക്കുക. ഇത്രയാണ് ഫേസ്ബുക്കിനെ കുറിച്ച് ഏറ്റവും ബേസായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ചെയ്യുകയാണെങ്കിൽ ഇനി അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എല്ലാവരും ഞാൻ പറഞ്ഞ രീതിയിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുക. എങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ഫേസ്ബുക്ക് പേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.